പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 17 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം, ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ ടഫാണ്. പ്രത്യേകിച്ച് PSC UPSC പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് പോലും അത് വളരെ വലുതാണ്. എന്നും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കും. സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ട് എന്നും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യൂ. ജെഡിസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 17 നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ജസ്റ്റിസ് BR ഗവായി ടു ബി ദ നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ജസ്റ്റിസ് BR ഗവായി ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയാൻ പറ്റും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നിലവിലെ ചീഫ് ജസ്റ്റിസ് മാറുകയാണ്. നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരിക്കും? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. നിലവിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് സഞ്ജീവ് ഖന്ന. അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു DY ചന്ദ്രചൂഡ്. അദ്ദേഹം കഴിഞ്ഞ നവംബർ 11-ാം തീയതി മാറി. ആ ഒരു സ്ഥാനത്തേക്കാണ് സഞ്ജീവ് ഖന്ന എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന വ്യക്തിയാണ് 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 2025 മെയ് 13 വിരമിക്കുന്ന നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ പേര് സഞ്ജീവ് ഖന്ന. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് സഞ്ജീവ് ഖന്ന. അദ്ദേഹം മെയ് 13 റിട്ടയർ ചെയ്യുകയാണ്. ആ ഒരു സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി വരാൻ പോകുന്നത്. അദ്ദേഹം അടുത്ത നവംബറിൽ വിരമിക്കും. വെറും ഷോർട്ട് ടേമിലാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന. കഴിഞ്ഞ നവംബറിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവുകയും ഈ മെയ് 13 അദ്ദേഹം റിട്ടയർ ആവുകയാണ്. മെയ് 14 മുതലാണ് 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്ന 2ാമത്തെ ദളിത് ആരായിരിക്കും? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. വരാൻ പോകുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇദ്ദേഹം ദളിത് ആണ്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ 2ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 2017 കേരളത്തിലെ KG ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ളത്. അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഫസ്റ്റ് ട്രെയിൻ വിത്ത് ആൻ ATM സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ. വീണ്ടും മാറ്റങ്ങൾ ആണ്. ടെക്നോളജിയിൽ പറയുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രെയിനിൽ ATM സർവീസ് ആരംഭിച്ചു. ഏത് ട്രെയിനിലാണ് ഈ ഒരു ATM സർവീസ് ആരംഭിച്ചിട്ടുള്ളത്? ആ ട്രെയിൻ ഏത് സ്റ്റേഷനിൽ ഓടുന്ന ട്രെയിൻ ആണ്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ ATM ഇന്ത്യൻ റെയിൽവേ സ്ഥാപിച്ചത് ഏത് ട്രെയിനിലാണ്? പഞ്ചവടി എക്സ്പ്രസ്. രാജ്യത്തെ ആദ്യത്തെ ATM ഇന്ത്യൻ റെയിൽവേ സ്ഥാപിച്ചു. ഇത് പഞ്ചവടി എക്സ്പ്രസിലാണ് രാജ്യത്തെ ആദ്യത്തെ ATM സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. മുംബൈയിൽ നിന്ന് മൻമാഡിലേക്ക് ഓടുന്ന ഏത് ട്രെയിനിലാണ് ആദ്യത്തെ ATM സ്ഥാപിച്ചത്? പഞ്ചവടി എക്സ്പ്രസ്. അപ്പോൾ പഞ്ചവടി എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ട്രെയിൻ ഓടുന്നത് മുംബൈ ടു മൻമാഡ് ആണ്. ഗോവയിലെ റെയിൽവേ സ്റ്റേഷൻ ആയി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് മൻമാഡ് എന്ന് പറയുന്ന സിറ്റി. ഈ സിറ്റിയും മുംബൈയും തമ്മിലുള്ള ആ ഒരു ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ATM സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ ട്രെയിൻ യാത്രയുടെ 172ാം വാർഷികം ഇന്ത്യൻ റെയിൽവേ ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? ഏപ്രിൽ 16. ഇന്നലെയായിരുന്നു 172ാമത്തെ വാർഷികം ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചിട്ട്, ഏപ്രിൽ 16. ബോറിബന്ദറിൽ നിന്ന് മഹാരാഷ്ട്രയിലെ താനെയിലേക്ക് പുറപ്പെട്ട ആദ്യ ട്രെയിൻ ഏത് തീയതിയിലായിരുന്നു? 1853 ഏപ്രിൽ 16. ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ 172ാമത്തെ വാർഷികം ആരംഭിച്ചു. അതായത് ആദ്യത്തെ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചിട്ടുള്ളത് 1853 ഏപ്രിൽ 16 മുംബൈയിലെ ബോറിബന്ദറിൽ നിന്ന് മഹാരാഷ്ട്രയിലെ താനെയിലെ പുറപ്പെട്ട ആദ്യത്തെ ട്രെയിൻ ആണ്. അതായത് മുംബൈ താനെ ആണ് ആദ്യത്തെ റെയിൽ ട്രാക്ക്, ആദ്യത്തെ ട്രെയിൻ ജേർണി ആരംഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്:
ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഡെസ്ലിക് 6. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസം ഡെസ്ലിക് 6. ഡെസ്ലിക് 6 എന്നത് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ഡെസ്ലിക് 6. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസ്ലിക് 2025 ഏപ്രിൽ 16 ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ ആർമി പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് ഡെസ്ലിക്. ഈ പ്രാവശ്യം ഇത് 6ാമത്തെ ഡെസ്ലിക്, അതായത് 6ാമത്തെ വർഷമാണ് ഈ ഒരു എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം ഈ ഡെസ്ലിക് എക്സസൈസ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഇത് എവിടെയാണ് നടത്താൻ പോകുന്നത്? ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് റെജിമെന്റാണ് ഡെസ്ലിക്കിന്റെ 6ാം പതിപ്പിന്റെ സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്? ജാട്ട് റെജിമെന്റ്. ഇന്ത്യൻ ആർമിയിലെ ജാട്ട് റെജിമെന്റ് ആണ്. ജാട്ട് എന്നത് ഹരിയാനയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ജാട്ട് റെജിമെന്റ് ആണ് ഈ പ്രാവശ്യത്തെ ഡെസ്ലിക് 6 എന്ന് പറയുന്ന ഇന്ത്യ ഉസ്ബെക്കിസ്ഥാന്റെ എക്സസൈസിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ആർമിയിലെ ജാട്ട് റെജിമെന്റ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് ഡെസ്ലിക് 6. 2025 ഏപ്രിൽ 16 ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസമായ ഡെസ്ലിക് ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ആരംഭിച്ചത്? ഫോറിൻ ട്രെയിനിങ് നോഡ് ഇൻ പൂനെ. പൂനെയിലുള്ള ഫോറിൻ ട്രെയിനിങ് നോട്ടിലാണ് ഏപ്രിൽ 16, അതായത് ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസമായ ഡെസ്ലിക്കിന്റെ 5ാം പതിപ്പ് എവിടെയാണ് നടന്നത്? ഉസ്ബെക്കിസ്ഥാനിലെ ടെർമസ് ജില്ല. കഴിഞ്ഞ വർഷം, അതായത് 2024 ഇന്ത്യ ഉസ്ബെക്കിസ്ഥാന്റെ ഡെസ്ലിക് 5 എന്ന് പറയുന്ന എക്സസൈസ് നടന്നിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ ടെർമിസ് ഡിസ്ട്രിക്റ്റിലാണ്. ഈ പ്രാവശ്യം 2025 ആണെങ്കിൽ ഈ ഒരു എക്സസൈസ് നടക്കുന്നത് പൂനെയിലുള്ള ഫോറിൻ ട്രെയിനിങ് നോഡിൽ വെച്ചാണ്. ജാട്ട് റെജിമെന്റും ഇന്ത്യൻ എയർഫോഴ്സും പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് ഡെസ്ലിക് 6 എന്ന് പറയുന്ന എക്സസൈസ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാന്റെ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മാക്ഗ്രഗർ മെമ്മോറിയൽ മെഡൽ അവാർഡ്. മാക്ഗ്രഗർ മെമ്മോറിയൽ അവാർഡ് ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എത്ര പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് മാക്ഗ്രഗർ മെമ്മോറിയൽ അവാർഡ് 2025 ലഭിച്ചു? സായുധ സേനയിൽ നിന്നുള്ള 4 വ്യക്തികൾ 2025 മാക്ഗ്രഗർ മെമ്മോറിയൽ അവാർഡ് പ്രഖ്യാപിച്ചു. 4 പേർക്കാണ് ഈ പ്രാവശ്യത്തെ മാക്ഗ്രഗർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ് മാക്ഗ്രഗർ മെമ്മോറിയൽ അവാർഡ്. ഏത് വർഷത്തിലാണ് മാക്ഗ്രഗർ മെമ്മോറിയൽ മെഡൽ സ്ഥാപിച്ചത്? ജൂലൈ 3, 1888. 1888 ജൂലൈ 3, അതായത് അത്രയും പഴക്കം ചെന്നിട്ടുള്ള ഒരു അവാർഡ് ആണ് മാക്ഗ്രഗർ മെമ്മോറിയൽ അവാർഡ്. ഈ പ്രാവശ്യം ഇത് 4 പേർക്കാണ് നൽകിയിട്ടുള്ളത്. ഇത് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ് മാക്ഗ്രഗർ മെമ്മോറിയൽ അവാർഡ്. 1888 ജൂലൈ 3 സ്ഥാപിതമായ മാക്ഗ്രഗർ മെമ്മോറിയൽ മെഡൽ ഏത് പ്രതിരോധ ഉദ്യോഗസ്ഥനെയാണ് അനുസ്മരിക്കുന്നത്? മേജർ ജനറൽ സർ ചാൾസ് മെറ്റ്കാഫ് മാക്ഗ്രഗർ. 1888 ആരംഭിച്ചിട്ടുള്ള ഈ ഒരു അവാർഡ് ഇത് മേജർ ജനറൽ സർ ചാൾസ് മെറ്റ്കഫെ മാക്ഗ്രഗർ എന്ന് പറയുന്ന ആർമി ഓഫീസറിനെ അനുസ്മരിക്കുന്ന ഒരു അവാർഡ് ആണത്. അത്രയും പഴക്കം ചെന്നിട്ടുള്ള ഒരു അവാർഡ് ആണ് മാക്ഗ്രഗർ മെമ്മോറിയൽ അവാർഡ്. ഈ പ്രാവശ്യം ഇത് 4 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ്? കേണൽ ചാൾസ് മെറ്റ്കഫ് മാക്ഗ്രഗർ. യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇതിന്റെ സ്ഥാപകൻ ആണ് കേണൽ ചാൾസ് മെറ്റ്കാഫ് മാക്ഗ്രഗർ. അതായത് യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ കണ്ടുപിടുത്തങ്ങൾ, ഇന്നൊവേഷൻ, പുതിയ പുതിയ കാര്യങ്ങൾ, ആർട്സ് ആയി ബന്ധപ്പെട്ടതും സ്പോർട്സ് ആയി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇത് സ്ഥാപിച്ചിട്ടുള്ളത് മേജർ ജനറൽ സർ ചാൾസ് മെറ്റ്കഫ് മാക്ഗ്രഗർ ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മീരാബായ് ചാനു അപ്പോയിന്റഡ് ചെയർപേഴ്സൺ ഓഫ് IWLF അത്ലറ്റിക് കമ്മീഷൻ. IWLF അത്ലറ്റിക് കമ്മീഷന്റെ ചെയർപേഴ്സണായി മീരാബായ് ചാനുവിനെ നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ കീഴിലുള്ള അത്ലറ്റിക് കമ്മീഷൻ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മീരാബായ് ചാനു. സൈക്കോം മീരാബായ് ചാനുവിനെയാണ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ കീഴിലുള്ള അത്ലറ്റിക് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിച്ചിട്ടുള്ളത്. സൈക്കോം മീരാബായ് ചാനു. ഏത് ഒളിമ്പിക്സിലാണ്
സൈക്കോം മീരാബായ് ചാനു വെള്ളി മെഡൽ നേടിയിട്ടുള്ളത് ടോക്കിയോ ഒളിമ്പിക്സ് 2020. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് മീരാബായ് ചാനുവിന് വെള്ളി മെഡൽ ലഭിച്ചിട്ടുള്ളത്. 49 കിലോഗ്രാം വെയ്റ്റിലാണ് വിമൻസിന്റെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായ് ചാനുവിന് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഈ ഒരു മെഡൽ ലഭിച്ചിട്ടുള്ളത്, അതായത് സിൽവർ മെഡൽ ലഭിച്ചിട്ടുള്ളത്. കൂടാതെ പത്മശ്രീ, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുള്ള ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആണ് സൈക്കോം മീരാബായ് ചാനു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: മൗറീഷ്യസ് സൈൻസ് ദി ISA കൺട്രി പാർട്ട്ണർഷിപ്പ്. ISAയുടെ രാജ്യ പങ്കാളിത്തത്തിൽ മൗറീഷ്യസ് ഒപ്പുവെച്ചു. എന്താണ് ISA? മൗറീഷ്യസ് ഏത് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യമാണ്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ് പങ്കാളിത്ത ചട്ടക്കൂട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേര് മൗറീഷ്യസ്. മൗറീഷ്യസ് എന്ന രാജ്യമാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യം. ആഫ്രിക്കൻ രാജ്യത്തിലെ ആദ്യത്തെ ഒരു രാജ്യമാണ് മൗറീഷ്യസ് ഈ ഒരു മേഖലയിൽ എത്തിയിട്ടുള്ളത്. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആരംഭിച്ച 2 രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യയും ഫ്രാൻസും. COP21 എന്ന ആ ഉച്ചകോടിയിൽ ആരംഭിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സംയുക്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ISA എന്ന് പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോളാർ അലയൻസ് പങ്കാളിത്ത ചട്ടക്കൂടിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? മിസ്റ്റർ ആശിഷ് ഖന്ന. അതായത് ഇപ്പോൾ ഏതാണ്ട് 104 രാജ്യങ്ങൾ ഉള്ള മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടർ ഉള്ളത് ഹരിയാനയിലാണ്. ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടർ. മിസ്റ്റർ ആശിഷ് ഖന്നയാണ് ഇപ്പോഴത്തെ നിലവിലെ ഡയറക്ടർ ജനറൽ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്, ഒരു ചേഞ്ച് ഉണ്ട്. ജഡ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.